എന്താ കുറച്ച് ഒരു സന്തോഷക്കുറവുണ്ടല്ലോ. നിങ്ങളെ ഓറഞ്ച് എന്നുള്ളൊരു ബലൂണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ 4 കളികളിൽ 3 പൊട്ടി. അതിലിപ്പോ ഒന്ന് ജയിച്ചെന്ന് പറഞ്ഞ ഒറ്റ റണ്ണിനുമാണ്. ഞാനിപ്പോ ഇന്നലെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഏതായാലും പുറത്തായ സ്ഥിതിക്ക് നിങ്ങൾ നിർത്തിപ്പോയിക്കോളിന്ന്. നിങ്ങൾക്ക് നിർത്തിപ്പോയിക്കൂടെ? വെറുതെ എന്തിനാണ് ബാക്കിയുള്ള കഞ്ഞിയിൽ പാറ്റിട്ടാണ്? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ ടീം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടീമാ. അതുകൊണ്ടാണ് എപ്പോഴും 9ാം സ്ഥാനത്ത് നോക്കണ്ട. അത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെ നിങ്ങളെ എത്ര വിക്കറ്റിനാ തോൽപ്പിച്ചത്? ഇന്നലെ ആ ചങ്ങായി എന്തോ ഭാഗ്യത്തിന് ഫോം ആയത് സൂര്യകുമാർ യാദവ് ഭാഗ്യത്തിന് ഫോമാണ്. ഇടക്കിടക്കൊക്കെ പെട്ടെന്ന് ഔട്ടാവല്ലേ. ഇന്നലെ എന്തോ ഞങ്ങള് നിർഭാഗ്യം അങ്ങനെ T20 നമ്പർ 1 ബാറ്ററാണ് സൂര്യകുമാർ യാദവ്. എന്നിട്ടിപ്പോ വലിയൊരു സംഭവം ഒന്നല്ല, 1-2 കളി വലിയ സംഭവം തന്നെയാണ്. T20 മൂപ്പരെ മറികടക്കാൻ പെടാവില്ല. ഇപ്പൊ ഞങ്ങളെ ക്യാപ്റ്റൻ ഇജാദ് ഏറാണ്. കഴിഞ്ഞ 3 കളിയിൽ 7 വിക്കറ്റാണ്. ക്യാപ്റ്റങ്ങൾക്ക് വീണ്ടും സ്വർണ്ണക്കുട്ടിയായില്ലേ? എന്തൊരു കുഴപ്പം? ക്യാപ്റ്റൻ നല്ല ഉഷാർ തന്നെയാണ്. 7 വിക്കറ്റാണ് ഞങ്ങള് ക്യാപ്റ്റൻ എടുത്തത്. ജയിക്കുമ്പോ മാത്രം കഴിഞ്ഞ 3 കളികൾ 7 വിക്കറ്റ്. മനസ്സിലാക്കാത്ത ജയിക്കുമ്പോ മാത്രല്ല, നിങ്ങളിപ്പോ കഴിഞ്ഞ കളികൾ മൊത്തം ഈ ക്യാപ്റ്റനെ കുറ്റം പറഞ്ഞ ആൾക്കാരല്ല നിങ്ങള്. അത് മോശമാവുമ്പോ വിമർശിക്കലും ഉഷാറാവുമ്പോ പ്രോത്സാഹിപ്പിക്കലൊക്കെ സ്വാഭാവികം തന്നെയാണ് എല്ലായിടത്തും. ബാക്കിയുള്ള കാര്യത്തിൽ അങ്ങനല്ലല്ലോ. ഈ ക്യാപ്റ്റനെ മാത്രം പിടിച്ച് വിമർശിക്കുന്ന സ്വഭാവം. അപ്പൊ ഞങ്ങള് രോഹിത് ഫോം ഔട്ടാണ് ഞങ്ങള് പറയുന്നുണ്ടല്ലോ. ഒഴിവാക്കണം തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 5 കളിയിൽ 33 റണ്ണ്. ഞങ്ങള് പറയുന്നുണ്ട്. അത് പ്രശ്നമാണ്. ഞങ്ങളെ ഇന്ത്യൻ ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഇവിടെ ഇന്ത്യൻ ഫാൻസിനൊന്നും ഒരു ബേജാറില്ല. കുറെ തിരുപ്പന്മാർക്ക് പ്രശ്നമുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് T20 പോകുമ്പോള് മൂപ്പര് ഇങ്ങനെ തന്നെ ഇരുന്ന IPL. എന്നിട്ട് വേൾഡ് കപ്പിൽ എന്തായി? ഉഷാറായില്ലേ? അത്ര തന്നെ. ഇന്ത്യന്റെ കുപ്പായിട്ട് മൂപ്പരാണ് മാറും. ആ വക ബേജാറ് നമുക്ക് പറ്റിയ പ്ലെയർ ഒന്നല്ല മൂപ്പര്. ഇന്നലെ തന്നെ അവിടെ ഡ്രസ്സിംഗ് റൂമിൽ തുറന്നാണ്ട് കരുന്നുണ്ട് എന്നൊക്കെ ഓരോരുത്തരെ കണ്ട് കഴിഞ്ഞിക്കണ് മൂപ്പർക്ക് ഫോമായ ഇന്ത്യക്ക് നല്ലത്. അല്ലാതെ എന്താ മൂപ്പര് ഫോം ആവും ചെയ്യും. ആ കുപ്പായിട്ട് മാറും മൂപ്പര് ഫോം ആവും. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാണ്. നിങ്ങളെ കാറ്റ് പോയി, ഞങ്ങൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്. നിങ്ങളെ ഏറ്റവും വലിയ എതിരാളികൾ RCB CSK അല്ലേ? ഓൾക്ക് അനുകൂലമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. ഞങ്ങൾ കപ്പുള്ളവരാണ്. ഞങ്ങളിപ്പോ RCB കപ്പില്ലാത്താണ്. RCB ഒന്ന് സഹായിക്കാം. പിന്നെ CSK ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാരെ സഹായിച്ചു. അതങ്ങനെ തന്നെയല്ലേ? അതിലിപ്പോ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ അജാതി കുഴപ്പമില്ല. ഇതങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏതായാലും നിങ്ങൾ പുറത്താക്കാളന്നല്ലേ? ഞങ്ങൾ പുറത്തായി സംഭവിച്ചു. പക്ഷെ SRHന്റെ കാര്യത്തില് ഇതാ തീരുമാനമാകുമ്പോ നിങ്ങൾ എല്ലാത്തിനോടും പൊട്ടും. ഞങ്ങൾ കഴിഞ്ഞ 3 കളി 4 കളിയിലും ആകെ ഒറ്റ കളി ഞങ്ങൾക്ക് ഇനി ജീവൻ മരണ പോരാട്ടാണ്. ഞങ്ങൾ ഉള്ള കളിയൊക്കെ ജയിക്കും ചെയ്യും. അടുത്ത പ്ലേ ഓഫിൽ ഞങ്ങൾ ഉണ്ടാവും ചെയ്യും.